പശ്ചിമേഷ്യൻ യുദ്ധമേഖങ്ങൾ കൂടുതൽ കറുത്തിരുണ്ട പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിന് നേരെ ഉയർന്ന ഏറ്റവും ശക്തവും പരിഹാസ്യവുമായ വിമർശനങ്ങളിൽ ഒന്നിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇറാൻ നടത്തിയ അപ്രതീക്ഷിതവും ശക്തവുമായ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്കയുടെ പണവും ആയുധവും കൊണ്ടാണ് ഇസ്രയേൽ നിലനിൽക്കുന്നത് എന്ന വാൻസിന്റെ കടുത്ത പരാമർശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗത സൗഹൃദത്തിന്റെ അതിർവരമ്പുകളെ പുനർനിർണയിക്കുന്ന ഒന്നാണ്. വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിനപ്പുറം വാഷിംഗ്ടണും ടെൽ-അവീവും തമ്മിലുള്ള ബന്ധത്തിലെ ആഴത്തിലുള്ള വിള്ളലുകളെയും മാറുന്ന മുൻഗണനകളെയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ നടത്തിയ വ്യോമാക്രമണം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വലിയ രീതിയിൽ പരീക്ഷിച്ച ഒന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രയേലിന്റെ പ്രതിരോധ കവചങ്ങളെ മറികടന്ന് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിയത് ഇസ്രയേലിന് കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രയേലിന്റെ യുദ്ധാവേശത്തിനു മേൽ തണുത്ത വെള്ളം ഒഴിക്കുന്ന രീതിയിലുള്ള പ്രതികരണമുണ്ടായത്. ഇസ്രയേലിന്റെ സൈനികവും സാമ്പത്തികവുമായ അടിത്തറ പൂർണ്ണമായും US-ന്റെ സഹായങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യം വാൻസ് തുറന്നടിച്ചപ്പോൾ അത് ഇസ്രയേൽ ഭരണകൂടത്തിന് നേരിട്ട വലിയൊരു നയതന്ത്ര തിരിച്ചടിയായി മാറി. അമേരിക്കയിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ രാഷ്ട്രീയ ചിന്താഗതിയുടെ പ്രതിഫലനം കൂടിയാണ് JD വാൻസിന്റെ ഈ വാക്കുകൾ. കടുത്ത ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധികളും ജനങ്ങളുടെ അതൃപ്തിയും നേരിടുന്ന അമേരിക്കയ്ക്ക് വിദേശ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ ഒഴുക്കുന്നത് ഇനിമേൽ എളുപ്പമാകില്ലെന്ന സൂചനയാണ് വാൻസ് നൽകുന്നത്. സ്വന്തം രാജ്യത്തെ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് ഇസ്രയേലിനെ എത്ര കാലം സംരക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യം അമേരിക്കൻ ജനതയ്ക്കിടയിൽ ശക്തമാണ്. ആധുനിക ചരിത്രത്തിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സുരക്ഷാ പങ്കാളിയാണ് അമേരിക്ക എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. വർഷം തോറും കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായവും അത്യാധുനിക ആയുധങ്ങളുമാണ് US ഇസ്രയേലിന് നൽകി വരുന്നത്. അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ നവീകരണത്തിനും അമേരിക്കൻ ഫണ്ടുകൾ അനിവാര്യമാണ്. എന്നാൽ ഈ സഹായങ്ങൾ ഇസ്രയേലിന് ഒരു പരമാധികാര രാജ്യത്തിന്റെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് വാൻസ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഇസ്രയേലിന് മേൽ നടത്തിയ ആക്രമണം മേഖലയിലെ ശക്തി ബാലൻസ് മാറിമറിയുന്നതിന്റെ തെളിവായി പല നയതന്ത്രജ്ഞരും വിലയിരുത്തുന്നുണ്ട്. പരോക്ഷ യുദ്ധങ്ങളിൽ നിന്നും മാറി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് ഇറാൻ കടന്നത് ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാനെതിരെ പൂർണ്ണമായ ഒരു യുദ്ധത്തിന് ഇസ്രയേൽ മുതിർന്നാൽ അത് മേഖലയാകെ വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിവിടുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. വാൻസിന്റെ പ്രസ്താവന ഇസ്രയേലിന്റെ ഇത്തരം യുദ്ധാഭിമുഖ്യങ്ങളെ തടയാനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. മിഡിൽ ഈസ്റ്റ് മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ അമേരിക്കൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. ഉക്രൈൻ പ്രതിസന്ധിയും ചൈനയുടെ പസഫിക് മേഖലയിലെ സ്വാധീനവും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന് വേണ്ടി പൂർണ്ണ തോതിൽ ആയുധവും സൈന്യവും വിന്യസിക്കുന്നത് US-ന്റെ ആഗോള തന്ത്രങ്ങളെ ബാധിക്കും. ഇസ്രയേൽ നടത്തുന്ന ആക്രമണാത്മകമായ നീക്കങ്ങൾ പലപ്പോഴും അമേരിക്കയെ പ്രതിരോധത്തിലാക്കാറുണ്ട്. തങ്ങളോട് ആലോചിക്കാതെ ഇസ്രയേൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ ബാധ്യത പേറാൻ തങ്ങൾ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് വാൻസ് നൽകിയിരിക്കുന്നത്. വാൻസിന്റെ ഈ ബ്രൂട്ടൽ റിയാലിറ്റി ചെക്ക് ഇസ്രയേലിനുള്ളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും കാലം തങ്ങളുടെ ഉറച്ച സുഹൃത്തായിരുന്ന അമേരിക്കയിൽ നിന്ന് ഇത്തരമൊരു പരസ്യശാസന ഇസ്രയേൽ ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്രയേലിന്റെ പ്രതിരോധ നയങ്ങൾ പൂർണ്ണമായും സ്വയം പര്യാപ്തമല്ലെന്ന് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്നും ഇത് പരസ്യമായി വിളിച്ചു പറഞ്ഞത് ഇസ്രയേലിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നും ഈ പ്രസ്താവന വലിയ ആത്മവിശ്വാസത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നത് തങ്ങളുടെ തന്ത്രപരമായ വിജയമായാണ് ഇറാൻ കണക്കാക്കുന്നത്. ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്ക് പരിധികളുണ്ടെന്ന ബോധ്യം ഇറാനും മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കും കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും തങ്ങളുടെ വിദേശ നയങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അമേരിക്ക പൂർണ്ണമായി പിന്തുണയ്ക്കാത്ത ഇസ്രയേലുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് പുലർത്തേണ്ടതെന്ന ചിന്ത അറബ് ലോകത്തും ശക്തമാകാൻ ഇത് കാരണമാകും. ഇസ്രയേലിന്റെ സൈനിക മേധാവിത്വത്തിന്റെ പ്രധാന രഹസ്യം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. F-35 യുദ്ധവിമാനങ്ങൾ മുതൽ അത്യാധുനിക ബോംബുകളും മിസൈലുകളും വരെ അമേരിക്കയാണ് ഇസ്രയേലിന് എത്തിച്ചു നൽകുന്നത്. ഇറാനിൽ നിന്നുള്ള മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ പോലും അമേരിക്കൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും സഹായം ഇസ്രയേലിന് ആവശ്യമായി വന്നിരുന്നു.
ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ആയുധങ്ങളുടെ വിതരണത്തിൽ നേരിയൊരു കുറവുണ്ടായാൽ പോലും അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന വാൻസിന്റെ വാദം വസ്തുതാപരമായി ശരിയാണെന്ന് ഭൂരിഭാഗം സൈനിക നിരീക്ഷകരും സമ്മതിക്കുന്നുണ്ട്. അമേരിക്കയിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയായും ഈ നിലപാടിനെ കാണാം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേൽ അനുകൂല ലോബികൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പുതിയ തലമുറയിലെ നേതാക്കളും ജനങ്ങളും വിദേശ സഹായങ്ങളെക്കാൾ സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിക്കാണ് മുൻഗണന നൽകുന്നത്. ഇസ്രയേലിന്റെ ഗാസയിലെയും മറ്റു മേഖലകളിലെയും സൈനിക നടപടികൾ വരുത്തിവെച്ച മാനുഷിക ദുരന്തങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ മേൽ വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ ഈ പ്രസ്താവന ഇസ്രയേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. തങ്ങളുടെ ഏറ്റവും വലിയ രക്ഷാധികാരി തന്നെ കൈവിടാൻ സാധ്യതയുണ്ടെന്ന സൂചന വരുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ പ്രേരിപ്പിക്കും. എന്നാൽ പെട്ടെന്നൊരു ദിവസം അമേരിക്കൻ സഹായമില്ലാതെ നിലനിൽക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അസാധ്യമാണ്. സാമ്പത്തികമായും സൈനികമായും അവർ യുഎസുമായി അത്രമേൽ ഇഴചേർന്നു കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ വാൻസിന്റെ ഈ കടുത്ത വാക്കുകൾ ഇസ്രയേൽ ഭരണകൂടത്തിന് തങ്ങളുടെ കടും പിടുത്തങ്ങൾ അയക്കാനുള്ള ഒരു കടുത്ത മുന്നറിയിപ്പാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം ഇസ്രയേലിന്റെ കേവലമായ പ്രതിരോധ കവചങ്ങളുടെ പോരായ്മകൾ മാത്രമല്ല തുറന്നു കാട്ടിയത്, മറിച്ച് അവരുടെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിനെ കൂടിയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേലിനോടുള്ള അനുഭാവം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അമേരിക്ക മാത്രമായിരുന്നു അവരുടെ ഏക ആശ്രയം. ഈ ആശ്രയത്തിന്റെ പീഠത്തിലാണ് JD വാൻസ് ഇപ്പോൾ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഇസ്രയേലിന്റെ ഭാവി നയരൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നതിൽ തർക്കമില്ല. ശത്രുക്കളെ നേരിടുന്നതിനൊപ്പം തങ്ങളുടെ സുഹൃത്തിനെ പിണക്കാതിരിക്കുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് ഇപ്പോൾ ഇസ്രയേലിന് മുന്നിലുള്ളത്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റി എഴുതാൻ പോന്ന ഒന്നാണ് US വൈസ് പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന. വെറും ഒരു വൈകാരിക പ്രതികരണത്തിനപ്പുറം അമേരിക്കൻ വിദേശ നയത്തിൽ വരാനിരിക്കുന്ന വലിയൊരു മാക്രോ ഷിഫ്റ്റിന്റെ തുടക്കമാണിത്. ഇസ്രയേൽ തങ്ങളുടെ നിലനിൽപ്പിനായി അമേരിക്കയെ പൂർണ്ണമായും ആശ്രയിക്കുന്നുവെന്ന കടുത്ത യാഥാർത്ഥ്യം ഇത്രയും നഗ്നമായി വിളിച്ചു പറഞ്ഞതിലൂടെ വാഷിംഗ്ടൺ തങ്ങളുടെ ആഗോള താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഇസ്രയേൽ തങ്ങളുടെ യുദ്ധനയങ്ങളിൽ മാറ്റം വരുത്തുമോ അതോ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.